സ്വർണ്ണവില കാരണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ടെന്ന് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. അതേസമയം പഴയ സ്വർണം വിൽക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയും രേഖപ്പെടുത്തുന്നുണ്ട്. മെയ് 13-ന് 1,23,120 രൂപ വരെ പവന് ഉയർന്ന ശേഷം സ്വർണ്ണവില ഇപ്പോൾ 1,15,080 രൂപയിലാണുള്ളത്. സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. 1,15,080 രൂപയിലാണ് ഒരു പവൻ സ്വർണത്തിന്റെ വ്യാപാരം പുരോഗമിക്കുന്നത്. ശനിയാഴ്ചയും സമാന വിലയായിരുന്നു നിന്നത്. പുതിയ വില പ്രകാരം 1 ഗ്രാം സ്വർണത്തിന്റെ വില 14,385 രൂപയാണ്. ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവിലയും ഇപ്പോൾ കുതിച്ചുയരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും പിന്നാലെ രാജ്യത്തിലെ സ്വർണ്ണവിലയെ ബാധിക്കാൻ പോകുന്ന അടുത്ത പ്രശ്നമായിരിക്കും ഇതെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. നിലവിൽ ഇന്ധനവില ലിറ്ററിന് 3 രൂപ കൂടി കഴിഞ്ഞു. ഈ രീതിയിൽ മുന്നോട്ടു പോവുകയാണെങ്കിൽ സ്വർണത്തിന്റെ വിലയിലും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണി വില, US ഡോളറിന്റെ വിനിമയ നിരക്ക് തുടങ്ങിയ ഘടകങ്ങളും രാജ്യത്തെ സ്വർണ്ണവിലയെ ബാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ചാഞ്ചാടി തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ മുന്നോട്ടു പോകുകയാണെങ്കിൽ അധികം വൈകാതെ സ്വർണ്ണവില പവന് 1,4 ലക്ഷത്തിലെത്തുമെന്നും സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടലുണ്ട്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാകും. ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയിലും മാറ്റമുണ്ട്. ഗ്രാമിന് 85 രൂപ ഇടിഞ്ഞ് 11,790 രൂപയാണ്. 14 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 9,180 രൂപയും 9 ക്യാരറ്റിന്റേത് 5,920 രൂപയുമാണ്. ഇറക്കുമതി തീരുവ വർദ്ധിച്ചതോടെ നിക്ഷേപത്തിനായി സ്വർണ്ണവില വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം പഴയ സ്വർണം വിൽക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. കൈവശമുള്ള പഴയ സ്വർണം മുൻവർഷങ്ങളെക്കാൾ വിപണിയിലേക്ക് ഇപ്പോൾ കൂടുതലായി എത്തുന്നെന്നും വ്യാപാരികൾ പറയുന്നു. തീരുവ വർദ്ധിച്ചതോടെ വലിയ ജ്വല്ലറികൾ പോലും പഴയ സ്വർണം വാങ്ങുന്നതിൽ കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ വിപണിയിൽ നിന്നും നമുക്ക് ദൃശ്യമാകുന്നത്. വരും ദിവസങ്ങളിലും സ്വർണം വിൽക്കുന്നവരുടെ എണ്ണത്തിൽ കുതിപ്പ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇവരുടെയും കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.